ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവാം. ശരിക്കും 5ാമത്തെ മോഡ്യൂളിൽ 3 മെയിൻ ടോപ്പിക്സാണ് ഉള്ളതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. PGP, SMIME, IPsec. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓൾറെഡി PGP എന്താണ്, SMIME എന്താണെന്നുള്ളത് കവർ ചെയ്ത കാര്യമാണ്. രണ്ടും ഇമെയിൽ സ്പെസിഫിക് ആപ്ലിക്കേഷൻസാണ്. ഇമെയിൽ സ്പെസിഫിക് ആയിട്ട് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസാണ് ഈ PGPയും SMIMEഉം. ഓക്കെ, അപ്പോൾ അടുത്ത 3ാമത്തെ ടോപ്പിക്ക് IPsec. IP സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ദ തിങ് ഇസ് ദാറ്റ് ദിസ് IP സെക്യൂരിറ്റി ഈസ് നോട്ട് യൂസ്ഡ് ഓൺലി ടു പ്രൊവൈഡ് സെക്യൂരിറ്റി ടു ദ മെസ്സേജസ് വാട്ട് എവർ സെൻഡ് ത്രൂ മെയിൽ വഴി സെൻഡ് ചെയ്യുന്ന മെസ്സേജസിന് മാത്രം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ ദാൻ providing email security to some other applications also we can utilize the concept of IPsec. ഓക്കെ, PGPയും SMIMEഉം അങ്ങനെ അല്ലായിരുന്നു. അത് നല്ലതുപോലെ നോട്ട് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പം IPsecൻ്റെ ആവശ്യകത എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ എന്താണ് ഇതിൻ്റെ ഹിസ്റ്ററി നമുക്ക് നോക്കാം. ദാറ്റ് മീൻസ് എന്തുകൊണ്ട് IPsec എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ CERT എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, CERT. ഓക്കെ, CERT നടത്തിയൊരു ഇൻവെസ്റ്റിഗേഷൻ, ദാറ്റ് മീൻസ് 2001 നടത്തിയൊരു സ്റ്റഡീസിൽ ഏകദേശം 52,000 നമ്പർ ഓഫ് സെക്യൂരിറ്റി ത്രെറ്റ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് വന്നിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. 2001 കാലയളവിൽ 2001 വർഷത്തിൽ CERTൻ്റെ ഒരു സ്റ്റഡീസ് പ്രകാരം ഏകദേശം 52,000 സെക്യൂരിറ്റി ത്രെറ്റ്സ് ആ ഒരു വർഷം മാത്രം നടന്നു. ഓക്കെ, സെക്യൂരിറ്റി ഇഷ്യൂസ് ആ ഒരു വർഷം നടന്നു. അപ്പം ശരിക്കും സെക്യൂരിറ്റി എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റി. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സീരിയസ് ഇഷ്യൂസ് വിൽ ബി ഹാപ്പനിങ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓക്കെ, അതിൽ സീരിയസ് ഇഷ്യൂസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മെയിൻലി വന്നിരുന്ന സീരിയസ് ഇഷ്യൂസ് എന്ന് പറയുന്നത് IP സ്പൂഫിങ്ങും ഈ ഐസ്ട്രോപ്പിങ്ങും എന്ന് ഒക്കെ പറയുന്ന സെക്യൂരിറ്റി ഇഷ്യൂസ് ആയിരുന്നു മെയിൻലി എഫക്റ്റ് ചെയ്തിരുന്നത്. ഇതിൽ IP സ്പൂഫിങ് എന്തുവാന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാം. അഡ്രസ്സ്, ഫേക്കായിട്ടുള്ള IP അഡ്രസ്സിൻ്റെ സഹായത്തോടു കൂടി ഒരു സിസ്റ്റത്തിലെ ഡേറ്റാസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് IP സ്പൂഫിങ്. ഫേക്ക് അഡ്രസ്സ്, ഓക്കെ, ഫോൾസ് ആയിട്ടുള്ള അഡ്രസ്സുകൾ, IP അഡ്രസ്സുകൾ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ജെനുവിൻ യൂസേഴ്സ് ആണെന്നുള്ള ധാരണയിൽ ഒരു സിസ്റ്റത്തിലെ ഡേറ്റ ഹാക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നതാണ് IP സ്പൂഫിങ്. അതുപോലെ ഈവ്സ്ഡ്രോപ്പിംഗ് എന്ന് പറയുന്നതും സ്നിഫിംഗ് എന്ന് പറയുന്നതും എന്താണ്, നമ്മൾ ഈ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നൊരു കാര്യമില്ല, അതാണ് ഈവ്സ്ഡ്രോപ്പിംഗ്. ഓക്കെ, അപ്പം നമ്മൾ അയക്കുന്ന മെസ്സേജസ് ഒളിഞ്ഞിരുന്ന് കേൾക്കുക, അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഉണ്ടാകുന്നില്ല. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് വാട്ട് എവർ സെക്യൂർഡ് മെസ്സേജ് യു ആർ ഗോയിങ് ടു സെൻഡ് ഫ്രം ദ സെൻഡർ സൈഡ് ടു ദ റിസീവർ സൈഡ്, ഇറ്റ് ഈസ് ഹേർഡ് ബൈ സം അതർ പേഴ്സൺ ഓൾസോ അതർ ദാൻ ദ റിസീവർ. ഓക്കെ, അതാണ് ഈവ്സ്ഡ്രോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം ദ തിങ് ഇസ് ദാറ്റ് ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ, ഓക്കെ, ഈ 2 അറ്റാക്സാണ് മെയിൻലി കണ്ടുവന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി സർവീസസ് കൊണ്ടുവന്ന് ഈ പറയുന്ന ത്രെഡ്സ് ഒരു പരിധിയിലധികം കുറയ്ക്കാൻ ശ്രമിച്ചേ പറ്റൂ എന്ന് CERTന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇവർ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ലെയറിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ ആപ്ലിക്കേഷൻ വിൽ ബി ഏബിൾ ടു പ്രൊവൈഡ് സെക്യൂരിറ്റി എന്നൊരു കൺസെപ്റ്റിലോട്ട് അല്ലെങ്കിൽ എന്നൊരു നിഗമനത്തിലോട്ട് ഇവർ വന്നു. ഓക്കെ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ലെയറിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ദ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് സെക്യൂർഡ് എന്നുള്ള ധാരണയിലാണ് ഇവർ എന്ത് ചെയ്തത്, IPsec എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ പല വേറെ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻസും ഇവർ പ്രപ്പോസ് ചെയ്തിരുന്നു. Kerberos എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, SSL സെക്യൂർ സോക്കറ്റ് ലെയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന SMIMEഉം PGPയും. അപ്പോൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം, സെക്യൂരിറ്റി ആപ്ലിക്കേഷൻസ് എല്ലാം ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള സെക്യൂരിറ്റി സർവീസസ് ആയിരുന്നു. അതായത് ഓരോ ആപ്ലിക്കേഷൻസിനും മാത്രം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സഹായിച്ചിരുന്ന സെക്യൂരിറ്റി സർവീസസ് ആയിരുന്നു ഈ SMIME, PGP, Kerberos, SSL എന്ന് പറയുന്ന സെക്യൂർ സോക്കറ്റ് ലെയർ, ഇതെല്ലാം. ഓക്കെ, അപ്പം ഈ പറയുന്ന ആപ്ലിക്കേഷന് മാത്രം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ, ദാറ്റ് മീൻസ് മെയിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് കൊണ്ടുവരും, ഈ പറയുന്ന SMIME അല്ലെങ്കിൽ PGP കൊണ്ടുവരും. ഇനി ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷന് വേണ്ടി മാത്രം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനാണെങ്കിൽ Kerberos നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ വെബ് ആക്സസിൻ്റെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ SSL യൂസ് ചെയ്യാം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടി മാത്രം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള കുറേ സെക്യൂരിറ്റി സർവീസസ് ഇവർ പ്രപ്പോസ് ചെയ്തിരുന്നു. അപ്പോൾ ദ തിങ് ഇസ് ദാറ്റ് ജനറലി നമുക്കൊരു സെക്യൂരിറ്റി കൊണ്ടുവരാനുള്ള കൺസെപ്റ്റ് അതിന് ശേഷമാണ് IPsecൻ്റെ രൂപത്തിൽ ഇവർ പ്രപ്പോസ് ചെയ്തത്.
ഓക്കെ. അപ്പോൾ ഈ പറയുന്ന IPsec ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ലെയറിൽ നിങ്ങൾക്ക് IPsec എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ സാധിച്ചാൽ ഓൾറൗണ്ടായിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഏറെക്കുറെ സെക്യൂരിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പം ഇതിനകത്ത് എന്തൊക്കെ സെക്യൂരിറ്റി മെക്കാനിസംസ് IPsec വഴി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും? ഓതൻറ്റിക്കേഷൻ, കോൺഫിഡൻഷ്യാലിറ്റി, കീ മാനേജ്മെൻറ്റ്. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്. ഓതൻറ്റിക്കേഷനും കോൺഫിഡൻഷ്യാലിറ്റിയും ഒരേപോലെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റണം. അപ്പം ഏറെക്കുറെ IPsecൻ്റെ സഹായത്തോടു കൂടി ഓതൻറ്റിക്കേഷനും കോൺഫിഡൻഷ്യാലിറ്റിയും പിന്നെ അഡീഷണൽ ആയിട്ടൊരു ഫീച്ചറും കൂടെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട്, കീ മാനേജ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ കീ മാനേജ്മെൻറ്റ് അറിയാമല്ലോ. തീർച്ചയായിട്ടും നമുക്ക് ഓതൻറ്റിക്കേഷൻ അല്ലെങ്കിൽ എൻക്രിപ്ഷനൊക്കെ ചെയ്യണമെങ്കിൽ കീസിൻ്റെ കൺസെപ്റ്റ് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. കീ വെച്ചിട്ടായിരിക്കും എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കീയുടെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ ഈ ഓതൻറ്റിക്കേഷന് ആവശ്യമായ നമ്മുടെ സിഗ്നേച്ചേഴ്സ് ആയാലും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്, മാക് കോഡ് ആയാലും. ഓക്കെ. അപ്പം ഈ പറയുന്ന കീസിനെല്ലാം മാനേജ് ചെയ്യണമെങ്കിൽ സ്പെസിഫിക് ആയിട്ടൊരു യൂണിറ്റ് തന്നെ നമുക്ക് വേണ്ടി വരും. ആ മാനേജ്മെൻറ്റ് യൂണിറ്റ് നമുക്ക് ഏതിൻ്റെ സഹായത്തോടു കൂടി അവൈലബിൾ ആണ്? IPsecൻ്റെ സഹായത്തോടു കൂടി അവൈലബിൾ ആണ്. ഓക്കെ. സോ ആക്ച്വലി എങ്ങനെയാണ് IPsec ഡെവലപ്ഡ് ആയെന്നുള്ളത് ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ വേരിയസ് ആപ്ലിക്കേഷൻസ് ഓഫ് IPsec. ഓക്കെ. ശ്രദ്ധിക്കുക, ഈ പറഞ്ഞിരിക്കുന്ന 5ാമത്തെയും 6ാമത്തെയും മോഡ്യൂളിൽ എന്തൊക്കെ ടോപ്പിക്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം പഠിക്കുക. ബിക്കോസ് ഈ ടോപ്പിക്സ് തന്നെയായിരിക്കും യൂണിവേഴ്സിറ്റി എക്സാമിന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഒരു ടോപ്പിക്ക് പോലും മിസ്സാവാതെ പഠിക്കുക. ഓക്കെ. ഇനി വാട്ട് ആർ ദ വേരിയസ് ആപ്ലിക്കേഷൻസ് ഓഫ് IPsec എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെക്യൂർ കമ്മ്യൂണിക്കേഷൻസ് എനേബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ. വെൻ ദ ഡേറ്റ ഇസ് ഗെറ്റിംഗ് ട്രാൻസ്മിറ്റഡ് ഫ്രം ലാൻസ് ടു വാൻ. ദാറ്റ് മീൻസ് നമ്മുടെ ഒരു ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംവാട്ട് വിൽ ബി സെക്യൂർഡ്. ബിക്കോസ് നമ്മൾ പ്രത്യേകിച്ച് ഹാക്കിങ്ങോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂസോ വലുതായിട്ട് വരേണ്ട ആവശ്യമില്ല വെൻ വി ആർ വർക്കിംഗ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് LAN കണക്ഷൻ. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ കേസ് വെൻ വി ആർ ഗെറ്റിംഗ് കണക്റ്റഡ് ടു ദ എക്സ്റ്റേണൽ വേൾഡ്. അല്ലേ? വാൻ്റെ സഹായത്തോടുകൂടി എക്സ്റ്റേണൽ വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾ കൂടുതൽ ത്രെറ്റ്സ് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? IPsecൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ സെക്യൂരിറ്റി ഇഷ്യൂസ് നമ്മൾ റെക്ടിഫൈ ചെയ്താലേ മതിയാവുള്ളൂ. ഓക്കെ. അപ്പം നമ്മുടെ ഈ IPsecൻ്റെ സഹായത്തോടു കൂടി ഏറെക്കുറെ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. ഇനി വാട്ട് ഓൾ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻസ് ആർ പ്രൊവൈഡഡ് ബൈ IPsec എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഞ്ച് ഓഫീസ് കണക്ടിവിറ്റി ഓവർ ദ ഇൻ്റർനെറ്റ്. ദറ്റ് മീൻസ് അറിയാമല്ലോ, നമ്മുടെ ഇൻ്റർനെറ്റുമായിട്ട് നമ്മുടെ ബ്രാഞ്ച് ഓഫീസിനെ കണക്ട് ചെയ്യുമ്പം ദറ്റ് മീൻസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ഇഫ് യു ആർ ട്രൈങ് ടു കണക്ട് വിത്ത് എക്സ്റ്റേണൽ വേൾഡ് തീർച്ചയായിട്ടും നമുക്ക് എന്ത് കിട്ടും? ഒരു സെക്യൂരിറ്റി ഒരു ബൗണ്ടറി നമ്മൾ എൻഷുർ ചെയ്യാൻ പറ്റും. ദറ്റ് മീൻസ് നമ്മൾ തീർച്ചയായിട്ടും സെക്യൂർഡ് ആയിരിക്കും. ഓക്കെ. അതുപോലെ റിമോട്ട് ആക്സസ് ഓവർ ദ ഇൻ്റർനെറ്റ്. ഓക്കെ. വളരെയധികം സെക്യൂർഡ് ആയിട്ട് റിമോട്ട് ആക്സസ് നമുക്ക് പോസിബിൾ ആണ്. അതുപോലെ തന്നെ എക്സ്ട്രാ നെറ്റും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും എല്ലാം ഒരേപോലെ സെക്യൂർഡ് ആക്കി വെക്കാൻ നമുക്ക് ഈ പറയുന്ന IPsec സഹായിക്കും. അതുപോലെ തന്നെ ഇമെയിൽ സെക്യൂരിറ്റി. ശ്രദ്ധിക്കുക, ഇമെയിൽ സെക്യൂരിറ്റി മാത്രമല്ല ത്രൂ ഔട്ട് ദ ആപ്ലിക്കേഷൻസ് നമുക്ക് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി IPsec നമുക്ക് യൂസ് ചെയ്യാം. അതിലൊരു ഫീച്ചർ മാത്രമാണ് ഇമെയിൽ സെക്യൂരിറ്റി. അതേസമയം SMIM PGP ആയിരുന്നെങ്കിൽ ത്രൂ ഔട്ട് യു ആർ ഓൺലി ഫോക്കസിങ് ഓൺ ഇമെയിൽ സെക്യൂരിറ്റി. അതാണ് ആ വ്യത്യാസം മനസ്സിലാക്കുക. ഓക്കെ. ഇനി IPsecൻ്റെ സെനാരിയോ നമുക്കൊരു ഫിഗറിൻ്റെ സഹായത്തോടു കൂടി നോക്കാം. ദ തിങ് ഇസ് ദാറ്റ് ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ IPsec കൺസെപ്റ്റ് ഇനി നെറ്റ്വർക്കിംഗ് ഡിവൈസസിലായിരിക്കും നമ്മൾ ഇൻബിൽഡ് ചെയ്യുന്നത്. എയ്തർ ഇൻ എ റൗട്ടർ ഓർ ഇൻ എ ഫയർ വാൾ ആൻഡ് ഓൾ. ഓക്കെ. സച്ച് നെറ്റ്വർക്കിംഗ് ഡിവൈസസിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ IPsec ആ ഡിവൈസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ആക്ച്വലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ. this particular system, okay, what is present in the left side of your screen, ആ സിസ്റ്റത്തിൽ ഓൾറെഡി ഇറ്റ് has implemented IPsec. Okay, it has already implemented IPsec. അപ്പം ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്? വാട്ട് എവർ ഡേറ്റ വിച്ച് ഇസ് സെൻഡ് വിത്ത് ഫോർമാറ്റ് that of a packet, okay, those data which is sent in the form of a packet or fragments and all, ഫ്രെയിംസ് ആൻഡ് ഓൾ, അവരെ എന്ത് ചെയ്യും? IPsecൻ്റെ കൺസെപ്റ്റും കൂടി ഉണ്ട് എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻസ് ഇവിടെ വരുന്നത്. ഓക്കെ. IPsec ഹെഡേഴ്സ്. ഓക്കെ. IPsec ഹെഡേഴ്സ് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വിടുന്നുണ്ട്. IPsec ഹെഡേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് അണ്ടർഗോൺ ദോസ് സെക്യൂരിറ്റി മെഷേഴ്സ് ദാറ്റ് ഈസ് അഡോപ്റ്റഡ് ബൈ ദ IPsec സർവീസസ്. മനസ്സിലാക്കുക, IPsec സാധാരണഗതിയിൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ ആ മെഷേഴ്സ്, എൻക്രിപ്ഷൻ ആയാലും കംപ്രഷൻ ആയാലും ഓതൻറ്റിക്കേഷൻ പ്രൊസീജിയേഴ്സ് ആയാലും ചെയ്തതിന് ശേഷമാണ് IPsecൻ്റെ ഹെഡറും കൂടി അറ്റാച്ച് ചെയ്ത് ഈ പറയുന്ന പാക്കറ്റുകൾ ഫ്രം വൺ സിസ്റ്റം ടു ദ എക്സ്റ്റേണൽ വേൾഡ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ. അപ്പം ഇത്തരത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്?
നമ്മുടെ സിസ്റ്റം വെൻ ഇറ്റ് ഇസ് ഗെറ്റിംഗ് കണക്റ്റഡ് ടു ദ എക്സ്റ്റേണൽ വേൾഡ്. ഓക്കെ, നമ്മുടെ സിസ്റ്റം IPsec-ൻ്റെ കൺസെപ്റ്റ് IPsec ആപ്ലിക്കേഷൻസ് ഇൻബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമ്മുടെ സാധാരണഗതിയിലുള്ള ഡേറ്റ പാക്കറ്റ്സിൻ്റെ കൂടെയുള്ള ഫോർമാറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, IPsec ഹെഡേഴ്സും കൂടെ ആഡ് ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ഓൾറെഡി അണ്ടർഗോൺ ദോസ് പ്രൊസീജിയേഴ്സ് വിച്ച് ഇസ് ആക്ച്വലി ഇംപ്ലിമെൻറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് IPsec സർവീസസ്. മനസ്സിലായല്ലോ, IPsec ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് യൂഷ്വലി ഇറ്റ് വിൽ ബി എൻക്രിപ്ഷൻ ആൻഡ് കംപ്രഷൻ. ഓക്കെ, പിന്നെ ഓതൻറ്റിക്കേഷൻ പ്രൊസീജിയേഴ്സും ചെയ്യാറുണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പാക്കറ്റ്സ് സേഫായിട്ട് എക്സ്റ്റേണൽ വേൾഡിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, കാണുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മുടെ എതർനെറ്റ് സ്വിച്ച്. ഓക്കെ, ഇതിൽ നമ്മൾ IPsec-ൻ്റെ കൺസെപ്റ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ നെറ്റ്വർക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൗട്ടേഴ്സോ ഫയർവാൾസോ അത്തരത്തിലുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസസിൽ ഇത്തരത്തിൽ IPsec-ൻ്റെ കൺസെപ്റ്റ് നമ്മൾ ഇൻബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന സെക്യൂർഡ് അല്ലാത്ത ഡേറ്റ പാക്കറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും, കാണുന്നുണ്ടല്ലോ, IPsec ഹെഡേഴ്സിൻ്റെ കൺസെപ്റ്റും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും വിൽ ബി പ്രൊവൈഡിങ് ഇൻ ടു ദ എക്സ്റ്റേണൽ വേൾഡ്. ദാറ്റ് മീൻസ് വേറൊന്നുമല്ല, നമ്മുടെ വാൻ വെച്ചിട്ട് നമ്മുടെ ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓക്കെ, വാനിലോട്ട് പോകുന്ന ഡേറ്റ പാക്കറ്റ്സ് ആയാലും വാനിൽ നിന്ന് വരുന്ന ഡേറ്റ പാക്കറ്റ്സ് ആയാലും IPsec-ൻ്റെ കൺസെപ്റ്റോട് കൂടി സെക്യൂർഡ് ആക്കി വെക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നോട്ട് ഓൺലി വൺ വേ സെക്യൂരിറ്റി വി ആർ ഗോയിങ് ടു പ്രൊവൈഡ്, വാട്ട് എവർ ഡേറ്റ പാക്കറ്റ്സ് ഇസ് ഗോയിങ് to the external world with the help of WAN and also whatever is coming from the WAN. ഓക്കെ, അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന IPsec പാക്കറ്റ്സിൻ്റെ സഹായത്തോടു കൂടി സെക്യൂർഡ് ആക്കി വെക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് IPsec ആപ്ലിക്കേഷൻസിൻ്റെ സഹായത്തോടു കൂടി സെക്യൂർഡ് ആക്കി വെക്കുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വാട്ട് ആർ ദ വേരിയസ് ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് ദിസ് IPsec. ഓക്കെ, IPsec-ൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി ഇറ്റ് വിൽ ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ എ നെറ്റ്വർക്കിംഗ് ഡിവൈസ് സച്ച് ആസ് എ ഫയർവാൾ ഓർ എ റൗട്ടർ. ഓക്കെ, അത്തരത്തിലുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസസിലായിരിക്കും നമ്മൾ ഈ IPsec ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് നമ്മൾ ഫയർവാളിലോ റൂട്ടറിലോ ചെയ്യുന്നത് വളരെയധികം നല്ല സ്ട്രോങ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അതർ ദാൻ any other networking devices, it is always better to use firewall and router so as to provide much more security other than what can be provided by rest of the networking devices. Okay, അതുപോലെ തന്നെ ഫയർവാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് റെസിസ്റ്റൻറ്റ് ടു ബൈപാസ്. ദാറ്റ് മീൻസ് ഏറെക്കുറെ ട്രാഫിക് അതെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ നമ്മൾ ഫയർവാളിൽ യൂസ് ചെയ്യുന്ന IPsec ആപ്ലിക്കേഷൻസിന് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഈസ് ട്രാൻസ്പാരൻറ്റ് ടു വേരിയസ് ആപ്ലിക്കേഷൻസ്, ഇറ്റ് ഈസ് ട്രാൻസ്പാരൻറ്റ് ടു എൻഡ് യൂസേഴ്സ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ട്രാൻസ്പാരൻറ്റ് ടു ഇൻഡിവിജ്വൽ യൂസേഴ്സ്. എന്തുകൊണ്ട് ട്രാൻസ്പാരൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഹൈഡ് ചെയ്ത് വെക്കുന്നതൊന്നുമില്ല, മനസ്സിലാവുന്നുണ്ട്. ഏത് ആപ്ലിക്കേഷൻസിനും ഒരുപോലെ IPsec യൂസ് ചെയ്യാം. അതുപോലെ ഈവൻ ഇൻഡിവിജ്വൽ യൂസേഴ്സിനായാലും എൻഡ് യൂസേഴ്സിനായാലും ഒരേപോലെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ IPsec ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് ഡിവൈസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ വർക്കിംഗ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, ഓക്കെ, എത്രത്തോളം സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം എല്ലാവർക്കും വിസിബിൾ ആണ്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് ഹിഡൻ ഫ്രം എനി വൺ ഓഫ് അസ്. ഓക്കെ, അപ്പം അത് വളരെ ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ് ആണ്. ഓക്കെ, ഇനി അതിന് പുറമെ വേറെയും റൗട്ടിംഗ് ആർക്കിടെക്ചറിനൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നൊരു കൺസെപ്റ്റാണ് IPsec ആപ്ലിക്കേഷൻസിൽ വരുന്നത്. അപ്പോൾ റൗട്ടിംഗ് ആർക്കിടെക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ ഇപ്പോൾ റൗട്ടറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നടക്കുന്ന സിറ്റുവേഷനിൽ, ഓക്കെ, റൗട്ടർ അഡ്വർടൈസ്മെൻറ്റ് നടക്കുന്ന സിറ്റുവേഷൻസിൽ ഓതറൈസ്ഡ് റൗട്ടേഴ്സിൽ നിന്ന് നമ്മളെ വളരെയധികം സെക്യൂർഡ് ആക്കി വെക്കാനായിട്ട് എന്ത് സഹായിക്കാറുണ്ട്, ഈ പറയുന്ന IPsec ആപ്ലിക്കേഷൻസ് സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ റൗട്ടിംഗ് ഓക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ വരുന്ന സിറ്റുവേഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓതറൈസ്ഡ് റൗട്ടിംഗ് അഡ്വർടൈസ്മെൻറ്റ്സ് മാത്രമേ അനുവദിക്കാറുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഒരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഇൻ എനി കേസ് എന്തെങ്കിലും ഒരു സിവിയർ കേസിൽ ആ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയോ അതിനെ വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ടയോ ഡയറക്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ ഓക്കെ, അത് എൻഷുർ ചെയ്യുന്നുണ്ട്. നേരത്തെ അയച്ച ആൾ തന്നെയാണോ ഇത് വീണ്ടും അയക്കുന്നത്, മനസ്സിലായി, ആദ്യത്തെ മെസ്സേജ് കിട്ടിയില്ല, പക്ഷേ ആ മെസ്സേജ് റീഡയറക്റ്റ് ചെയ്ത് റീട്രാൻസ്മിറ്റ് ചെയ്ത് അയക്കുമ്പോൾ ആ വെരി ഫസ്റ്റ് മെസ്സേജ് അയച്ച ആൾ തന്നെയാണോ ഇത് അയക്കുന്നത്, റൗട്ടിംഗ് എല്ലാം അവർ കറക്റ്റ്ലി വാച്ച് ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന റീഡയറക്ഷൻ ഓഫ് ദ മെസ്സേജസ് ഫോർവേഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഫോർജിങ് ഓഫ് റൗട്ടർ അതെല്ലാം അവോയ്ഡ് ചെയ്ത് ഒരു രീതിയിലും ഒരു അറ്റാക്കും വരാത്ത രീതിയിൽ, അതായത് റൗട്ടേഴ്സിലോ ഫയർവാൾസിലോ നമ്മൾ ഈ പറയുന്ന സംഭവം IPsec ആപ്ലിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം ഈ പറയുന്ന റൗട്ടേഴ്സിലോ ഫയർവാൾസിലോ എന്തെങ്കിലും രീതിയിൽ അറ്റാക്സ് വരാൻ ചാൻസ് ഉണ്ട്. അതൊന്നും വരാതെ എൻഷുർ ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്, IPsec. ആ രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ വേരിയസ് ബേസിക് കൺസെപ്റ്റ്സ് ദാറ്റ് ഈസ് ലൈങ് ബിഹൈൻഡ് ദിസ് IPsec. ഓക്കെ.